കൊച്ചി പനമ്പള്ളി നഗറിൽ നവജാത ശിശുവിനെ ഫ്ളാറ്റിൽ നിന്ന് വലിച്ചെറിഞ്ഞു. നടുറോഡിൽ പാഴ്സൽ കവറിനൊപ്പം മൃതദേഹം. ഫ്ളാറ്റിൽ നിന്ന് എറിയുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സമീപത്തെ ഫ്ളാറ്റിലെ 23-കാരി കുറ്റം സമ്മതിച്ചെന്ന് പോലീസ്. പെട്ടെന്നുള്ള ഒരു പാനിക്കിലായിരിക്കാം. ഈ പ്രസവം കഴിഞ്ഞ് ഒരു 3 മണിക്കൂറിന് ശേഷമാണ് ഇത് സംഭവിച്ചത്. ചാപിള്ളയാണോ അതോ മർഡർ ആണോ എന്നുള്ളതും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും കഴിഞ്ഞ് നമുക്ക് അത് സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥി. അമേഠിയിൽ കിഷോരിലാൽ ശർമ്മ മത്സരിക്കും. പ്രഖ്യാപനം നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിനം. മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടനെതിരെ കോടതി. തെളിവുകളില്ലാത്ത ആവശ്യവുമായി എന്തിനാണ് വന്നതെന്ന് ചോദ്യം. കൂടുതൽ രേഖകൾ ഹാജരാക്കി കുഴൽനാടൻ. മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്ന രേഖകളെന്ന് വാദം. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ ഇളവില്ല. ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ സർക്കുലറിൽ ഇടപെടാതെ ഹൈക്കോടതി. സർക്കാരുമായി യൂണിയനുകൾ നടത്തിയ ചർച്ചയിൽ തീരുമാനമായില്ല. വേനൽ ചൂടിൽ വെന്തുരുകി കേരളം. പാലക്കാടും കോഴിക്കോടും ഉഷ്ണതരംഗത്തിന് സാധ്യത. മെയ് 6 വരെ താപനില ഉയരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വൈദ്യുതി ഉപഭോഗം വീണ്ടും റെക്കോർഡിൽ. IPL-ൽ ഇന്ന് മുംബൈ കൊൽക്കത്ത പോരാട്ടം. മത്സരം രാത്രി 7:30 വാങ്കഡെ സ്റ്റേഡിയത്തിൽ. തുടർജയങ്ങളുടെ ആവേശത്തിൽ കൊൽക്കത്ത. മുംബൈക്ക് ജയം അനിവാര്യം.